അഷ്റഫ്. ഒരാൾ നന്നാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു, ഒരാൾ ചീത്തയാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. ഒരാൾക്ക് നരകം ലഭിക്കണമെന്ന് അള്ളാഹു ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. ഞാൻ നന്നാവുമോ ഞാൻ ചീത്തയാകുമോ അള്ളാഹ്ക്കറിയാം, വേറെ ആർക്കും. അപ്പോൾ പിന്നെ ഒരു നന്മ ലഭിക്കുന്ന ആള്, ഒരു ചീത്തയാവുന്ന ആള്, അയാൾ എങ്ങനെ ഉത്തരവാദിയാകും? കാരണം അള്ളാഹു ആദ്യം വിധിച്ചു വെച്ചിരിക്കുന്നു അയാൾ മോശമാകുന്നു. പിന്നെ ഈ അയാൾക്ക് നരകം ലഭിക്കുമ്പോൾ അവിടെ നീതിയുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ 1.25 മണിക്കൂർ പ്രസംഗിച്ചു മതിയായിരുന്നു. എന്റെ സുഹൃത്തിന് മനസ്സിലായില്ല എന്നുള്ളതിൽ ഞാൻ സുഹൃത്തിനെല്ലാം കുറ്റം പറയേണ്ടത് എന്നെയാണ്. കാരണം ഞാൻ അത് അറിയിക്കേണ്ട രൂപത്തിൽ അറിയിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സ്വാഭാവികം. ഇവിടെ എന്താന്ന് വെച്ചാൽ അള്ളാഹു ഒരാളെ നരകത്തിലിടണം എന്ന് തീരുമാനിച്ചിട്ടില്ല, അള്ളാഹു ഒരാളെ സ്വർഗത്തിലിടണം എന്ന് തീരുമാനിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തീരുമാനം എല്ലാവരും നന്മയിലൂടെ പോകണമെന്നാണ്. അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ഉദ്ദേശവും എല്ലാവരും നല്ല രീതിയിലാകണമെന്നാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ഖുർആന്റെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 285-ാമത്തെ വചനം. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നന്മയാണ്. പക്ഷേ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യപ്രകാരം മനുഷ്യൻ നന്മയിലൂടെ നടന്നാൽ അവന് പ്രതിഫലം, തിന്മയിലൂടെ നടന്നാൽ അതിന് പ്രതിഫലം. പിന്നെയുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ രേഖയും ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല, അത് നമ്മുടെ വിഷയവുമല്ല, നമ്മുടെ പ്രവർത്തനത്തിന് നമ്മുടെ അതിൽ വിഷയമല്ല. അതെന്താണ് വിഷയമല്ലാത്തത്? എന്താ കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ് എന്നത് നമ്മുടെ തലച്ചോറ് കൊണ്ട് അപഗ്രഥിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണത്? നമ്മുടെ കണ്ണ് കാണാനുള്ളതാണ്, പക്ഷേ കണ്ണിന് ചില പരിമിതിയുണ്ട്. ആ കണ്ണിന്റെ പരിമിതി എന്താണ്? കണ്ണിന്റെ പരിമിതി വിബ്ജിയോർ എന്ന വയലറ്റ് മുതൽ റെഡ് വരെയുള്ള പ്രകാശബീജികൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വയലറ്റിന് അപ്പുറത്തുള്ള പ്രകാശബീജിക്ക് നമ്മൾ അൾട്രാ വയലറ്റ് എന്നും റെഡിന് ഇപ്പുറത്തുള്ള പ്രകാശബീജിക്ക് നമ്മൾ ഇൻഫ്രാറെഡ് എന്നും വിളിക്കും. ഇവ ഒന്നും കാണാൻ നമുക്ക് പറ്റൂല. അതിന്റെ അർത്ഥം അവ ഇല്ല എന്നല്ല. ഇതേപോലെ നമ്മുടെ കാതിന് 20 മെഗാഹെർട്സിനും 20,000 മെഗാഹെർട്സിനും ഇടക്ക് ആവൃത്തിയുള്ള ഫ്രീക്വൻസിയുള്ള ശബ്ദ തരംഗങ്ങളെ കേൾക്കാൻ കഴിയൂ. ഇതിനർത്ഥം അതിനപ്പുറത്തും ഇപ്പുറത്തും ശബ്ദ തരംഗങ്ങൾ ഇല്ല എന്നല്ല. ഇതേപോലെ ഈ കണ്ണും കാതും മൂക്കും നാക്കും തൊക്കുമെല്ലാം നമുക്ക് നൽകുന്ന വിവരം, ആ വിവരം അപഗ്രഥിക്കുന്ന അവയവമാണ് തലച്ചോറ്. ആ തലച്ചോറിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി എന്താണ്? പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നിനെ കുറിച്ച് നമുക്ക് തലച്ചോറ് കൊണ്ട് അപഗ്രഥിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ പ്രപഞ്ചത്തിന് പുറത്തുള്ളതാണ് പടച്ചവൻ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണവൻ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെതായ മാപിനികൾ, പദാർത്ഥത്തിൻ്റെതായ അളവുകോലുകൾ ഉപയോഗിച്ച് പടച്ചവനെ നമുക്ക് അളക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അറിവും പടച്ചവന്റെ രേഖയും നാം നമ്മുടെ വിവരവും നമ്മുടെ അറിവും നമ്മുടെ വീക്ഷണത്തിലുള്ള രേഖയും വെച്ച് അളക്കുക എന്നത് ആണ് നമുക്ക് പറ്റുന്ന തെറ്റ്. അങ്ങനെ അളന്നപ്പോഴാണ് എന്റെ സുഹൃത്തിന് തോന്നിയത് ഇതെല്ലാം പടച്ചോൻ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ട് അതനുസരിച്ചുള്ള ആളുകളാണ്. പടച്ചോന്റെ രേഖയിലുണ്ട് എന്നത് ശരിയാണ്, പടച്ചവന്റെ ഇൽമിന്റെ ഭാഗമാണത്. പക്ഷേ അതുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉദ്ദേശമനുസരിച്ചാണ്. ഖുലിൽ ഹഖ് മിൻ റബ്ബിക്കും, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള സത്യമെന്ന് നീ പറയുക. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ വചനമാണ്. നീ അവരോട് പറയുക അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവരുടെ റബ്ബിൽ നിന്നുള്ളതാണ് സത്യം. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. അവിടെ പറച്ചിലുണ്ട്, ഇഷ്ടമുണ്ട്. ആർക്കാ ഇഷ്ടം? അള്ളാന്റെ ഇഷ്ടമല്ല, മനുഷ്യരുടെ ഇഷ്ടം. ആ ഇഷ്ടം ഉപയോഗിക്കുന്നതിനാണ് രക്ഷയും ശിക്ഷയും. ആ ഉപയോഗിക്കുക എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അത് നമ്മുടെ അറിവിന്റെ ഭാഗമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറ്റേത് നമ്മുടെ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ടാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിന്റെ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കരുത് എന്ന് പറയാൻ കാരണം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം, നമ്മുടെ അപഗ്രഥന വിധേയമല്ലാത്ത ഒരു കാര്യം നമ്മൾ അപഗ്രഥിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ വിഷയമല്ല. അതങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ ഉണ്ടായാൽ ഖദറിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രയുണ്ട് എന്ന് പരിശോധിച്ചിട്ട് നാം എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എങ്കിൽ നാം തിരുത്തുക. അതെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായി പടച്ച തമ്പുരാന്റെ ഏതെങ്കിലും കാര്യങ്ങളുടെ നന്മ ഈ പ്രയാസത്തിന് പിന്നിലുണ്ടാകുന്നു മനസ്സിലാക്കുക. അതല്ലാതെ നമുക്ക് ഈ രേഖയെക്കുറിച്ച്, ഈ ഇൽമിനെ കുറിച്ച് മനസ്സിലാക്കുവാനോ അപഗ്രഥിക്കുവാനോ മാർഗങ്ങളില്ല. ആ അപഗ്രഥനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ അപകടം മുഴുവനും സംഭവിക്കുന്നത്. എന്റെ ചോദ്യം, അമലുകൾ ചെയ്തിട്ട് വിധിയെ അതിജീവിക്കാൻ സാധിക്കുമോ? അമല് കൊണ്ട് വിധിയെ അതിജീവിക്കാൻ പറ്റുമോ? തീർച്ചയായും അതിജീവിക്കാൻ പറ്റും. പ്രാർത്ഥന കൊണ്ടുള്ളതുപോലെ നേരത്തെ പറഞ്ഞ നല്ലത് കുടുംബബന്ധം പുലർത്തുന്നത് പോലെ വിധിയെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന കാര്യം അത് എന്താണ് എന്ന് കൂടി കൃത്യമായി മനസ്സിലാക്കണം എന്ന് മാത്രമേ. ഇവിടെ ആ പ്രാർത്ഥനയും ഇപ്പറഞ്ഞ അമലുകളും കൂടി അടിസ്ഥാനപരമായി നമ്മുടെ വിധിയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പ്രാർത്ഥനയുടെ ഉത്തരം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണത്. അതെന്താണ്? നമ്മൾ ഈ അമലിനങ്ങോട്ട് വേറെ ചേർക്കുകയാണ് നമ്മൾ ചെയ്യണം. എന്നിട്ട് മറ്റേത് മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് ഈ അമലിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. ഇതല്ല സത്യത്തിൽ. അമലും അതുകൊണ്ടും നമ്മുടെ അമൽ, നമ്മൾ ചെയ്യുന്ന കാര്യം, ആ ചെയ്യുന്ന കാര്യം അള്ളാഹുവിന്റെ ഇൽമിൽ എന്നോ ഉണ്ട്. ആ ചെയ്യുന്ന കാര്യം അടക്കം ഉള്ള ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ സ്വന്തം ബോധത്തോടു കൂടിയാണ്, ഇച്ഛയോടുകൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നത് ഈ ചെയ്തി മാത്രമാണ്. മറ്റേത് അത് ഖദർ, അതിന്റെ രീതി എന്താണ്, അതിലെങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക, ആ മാറ്റത്തിന്റെ ഘടന എന്താണ്, ഈ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല, അതിൽ തർക്കിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ ഇതാണ് തന്നെയാണ് ആ വിഷയത്തിലും ശ്രദ്ധിക്കാനുള്ളത്. ഒരു സഹോദരി എഴുതി തന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇവിടെ നേരിട്ട് ചോദിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങളെ ചോദ്യം തീരെ പരിഗണിക്കാതിരുന്നാൽ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണ്, പ്രശ്നവും. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കുവാനുള്ളത്, എൻ്റെ ഭർത്താവ് അസമയത്തും നമസ്കാരത്തിന് ഭംഗമുണ്ടാക്കുന്ന രീതിയിലും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ വഴങ്ങാറില്ല. ഇക്കാര്യത്തിൽ എനിക്ക് കിട്ടിയ ഉപദേശം, ഭർത്താവ് സംതൃപ്തി വരുന്നവർ ഭാര്യ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. എൻ്റെ ഭർത്താവ് നമസ്കാരം പോലും മറ്റുള്ളവരെ കാണിക്കാൻ നിർവഹിക്കുന്നയാളാണ്. കപടവിശ്വാസിയെ പോലെ പല ലക്ഷണങ്ങളും ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരാളെ തൃപ്തിപ്പെടുത്താതിൻ്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകുമോ? വ്യക്തമായ ഉപദേശം നിങ്ങൾ സഹായിക്കണം. പക്ഷേ ഇത് വിധിവിശ്വാസമായിട്ട് നേരെ ബന്ധമുള്ളതല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 2 ചോയ്സാണുള്ളത്. ഒന്ന് ഭാര്യയാവുക, അതല്ലെങ്കിൽ വിവാഹമോചനം നൽകുക. ഇവിടെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല ഒരാളുടെ കൂടെയെങ്കിൽ ഇസ്ലാമികമായി ചെയ്യേണ്ടത് വിവാഹമോചനം നേടുക എന്നതാണ്. പെണ്ണിന് വിവാഹമോചനത്തിന് അവകാശമുണ്ട്, അതിന്റെ രീതി ഉപയോഗിക്കാം. അതല്ലാതെ അയാളുടെ ഇണയായി തുടരുകയും അയാളുടെ അവകാശം അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നത്, അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അയാളുടെ ഇണയായി തുടരുന്നിടത്തോളം കാലം അയാളുടെ അവകാശങ്ങൾ നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ്, അയാൾ നിങ്ങളുടെ അവകാശങ്ങൾ നൽകുവാനും ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശങ്ങളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അടുപ്പിനടുത്തായാൽ പോലും പുരുഷൻ നിങ്ങളെ കിടക്കയിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെല്ലൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന്. അത് നാം ബാധ്യത എന്നുള്ള നിലക്ക് നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിങ്കൽ കുറ്റക്കാരാകും. അതിന് ഈ കാര്യങ്ങളൊന്നും തന്നെ ന്യായീകരണമാവില്ല. ന്യായീകരണമാകും എന്തിന്? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ, ആളുടെ നിസ്കാരം ശരിയല്ലെങ്കിൽ, നമസ്കരിക്കുന്നില്ലെങ്കിൽ അല്ല, ആ ന്യായീകരണമാകും നിങ്ങൾ അവരിൽ നിന്ന് വിവാഹമോചനം നേടുന്നത്. അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. നമസ്കരിക്കാതെ ജീവിക്കുന്ന ഒരു അമുസ്ലിം തീരെ നമസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് വിവാഹമോചനം നേടാവുന്നതാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും ഒരാളെ മുനാഫിഖ് എന്നൊന്നും വിളിക്കാൻ
എത്ര അടുത്ത ആളാണെങ്കിലും നമുക്കതിന് ഉള്ള അവകാശമില്ല. അത് ഒരാളെ കാണിക്കാനാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ കാണിക്കാൻ തന്നെയായിരിക്കാം. എന്നാൽ നമുക്കറിയില്ലല്ലോ അയാൾക്ക് അത് അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. അതേപോലെ തന്നെ അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ടോ, അയാളുടെ മറ്റു നന്മകളെ കൊണ്ട് ഈ രൂപത്തിലുള്ള തിന്മകൾ അള്ളാഹു മറച്ചു വെക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകപക്ഷീയമായ ഒരാളുടെ തഖ്വയോ ഒരാളുടെ നിഫാഖോ ഒന്നും തന്നെ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. ഒരാളുടെ മനസ്സിന്റെ മാപിനി പഠിച്ചോ നമ്മളെടുത്തൊന്നും തന്നിട്ടില്ല. ചില ആളുകളെ പറ്റി പറയും നല്ല മുത്തഖിയാണ്. എന്താ മുത്തഖി? ആ മുത്തഖിന്റെ ആ മാപിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞവരെ മുഴുവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, യുദ്ധത്തിന് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പടവെട്ടിപ്പോയിരുന്ന ഒരാള്, അയാള് ഇസ്ലാമിന്റെ മുജാഹിദിന് ഭയങ്കരട്ടോ, അയാൾക്ക് സ്വർഗം തന്നെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ റസൂൽ പറഞ്ഞ അയാളെ നരകത്തില്. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പറഞ്ഞത് നോക്കിയപ്പോ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ആദർശം ഉൾക്കൊണ്ടിട്ടില്ല. കാരണം അദ്ദേഹം പോയി അവസാനം കുത്തി സ്വയം മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. ഇസ്ലാം ഉൾക്കൊണ്ട ഒരാൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പറ്റൂല, പ്രത്യേകിച്ച് യുദ്ധമുന്നണിയിൽ ഷഹീദാവുക എന്നല്ലാതെ മറ്റൊരു മാർഗമല്ല ഇസ്ലാമിക ഉൾക്കൊണ്ട ഒരാൾക്ക്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യാ ഭൂവെല്ലാം ഇസ്ലാമികമല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രീതി പിന്നെ ഒരാളെ കണ്ടിട്ട് അയാളുടെ പ്രവർത്തനം കണ്ടിട്ട് അയാളുടെ തഖ്വ അളക്കാൻ അള്ളാഹു നമുക്കാർക്ക്